സാഹചര്യം വരുമ്പോൾ നമുക്ക് മുന്നറിയിപ്പ് തരാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കണം എന്നാണ് അധികൃതരോട് പറയാൻ. ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ പോയതായിരുന്നു. മലയാണോ? ചൂരൽമലയാണ് വീട്. ഞങ്ങള് പഴയ വില്ലേജ് റോഡിലാണ് താമസിക്കുന്നത്. രാവിലെ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. രാവിലെ സ്കൂളിലേക്ക് മക്കളെ വരുമ്പോൾ മഴയുണ്ടായിരുന്നു, പക്ഷേ റെഡ് അലർട്ട് ആയിരുന്നില്ലല്ലോ, അതുകൊണ്ട് സ്കൂളിലേക്ക് വിട്ടു. നിങ്ങളൊക്കെ ഇപ്പോൾ പോകാൻ ഊഴം കാത്തു നിൽക്കുകയാണല്ലോ. അതെ, പോകാൻ വേണ്ടി നിൽക്കണം. ഓഫീസിലേക്ക് വന്നതാണ്, അതുപോലെ കുട്ടികൾ ക്ലാസ്സുകളിലേക്കും. 2 ദിവസമായിട്ട് ചൂരൽമല നല്ല മഴയുണ്ട്, പക്ഷേ ഒരു മുന്നറിയിപ്പും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. 2 ദിവസം നല്ല പേടിയോടെ തന്നെയാണ് അവിടെ താമസിച്ചു പോകുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് മുന്നറിയിപ്പ് തരാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കണം എന്നാണ് അധികൃതരോട് പറയാൻ. ഇപ്പോൾ റെഡ് അലർട്ട് ആണെങ്കിൽ സ്കൂളൊക്കെ ലീവായിരിക്കും, ഒന്നും ഉണ്ടായിരുന്നു. അതെ, റെഡ് അലർട്ട് ഒന്നും ഇല്ലല്ലോ. അതുപോലെ എല്ലാ വർഷവും ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് ലൈഫിൽ മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പം അവിടെ ചൂരൽമല അവശേഷിക്കുന്നവരുടെ കാര്യം വളരെ പരിതാപകരമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരുപാട് പൊട്ടുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്കൊരു ബദൽ, അതെ, ഈ ഒരു വഴിയേ ഉള്ളൂ ചൂരൽമലയ്ക്ക്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇതേപോലെ ഒരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട സ്ഥിതിയാണ് അവിടെ ഉള്ളത്. നമുക്ക് ശരിക്കും ഒരു സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ള ഒരു കേന്ദ്രം ഇപ്പോൾ ചൂരൽമലയില്ല. സ്കൂളുകളിലായിരുന്നു എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നു, ചൂരൽമല വെള്ളാർമല സ്കൂളിൽ. ഇപ്പോൾ ആ ഒരു സജ്ജീകരണം ഇല്ലാതായിരിക്കും. എന്താണ് ഞാൻ കൊണ്ട് പോണില്ല? പേടിയുണ്ടോ? ഒരു സംഘം ആളുകൾ പോയി, ഇനിയും മണ്ണ് നീക്കം ചെയ്ത് അടുത്ത ആളുകൾ പോവാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവളെ ഇപ്പോ രാവിലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചക്കാണ് ഇത് അറിഞ്ഞത്, അപ്പോൾ പേടിയായി.